ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 39 ഇതിലെ 8ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ 31 മൈത്രേയ ഉവാച തത ഉൽപ്പന്ന വിജ്ഞാന ആശ്വധോക്ഷജ ഭാഷിതം സ്മരന്താത്മജേ ഭാര്യാം വിസൃജ്യ പ്രാവ്രജൻ ഗൃഹാത് ദീക്ഷിതാ ബ്രഹ്മസത്രേണ സർവഭൂതാത്മമേധസാ പ്രതീച്യാം ദിശിവേലായാം സിദ്ധോ ഭൂതി യത്ര ജാജലി താൻ നിർജിതപ്രാണൻ മനോവചോ ദൃശോ ജിതാസനാൻ ശാന്തസമാന വിഗ്രഹാൻ പരേമലേ ബ്രഹ്മണി യോജിതാത്മന സുരാസുരേഡ്യോ ദദൃശേ സ്മനാരദ തമാഗതം ത ഉത്ഥായ പ്രണിപത്യാഭിനന്ദ്യ ച പൂജയിത്വാ യഥാദേശം സുഖാസീനമഥാ ബ്രുവൻ പ്രജേതസ ഊജുഃ സ്വാഗതം തേ സുരർഷേദ്യദിഷ്ട്യാനോ ദർശനം ഗതാ തവ ചംക്രമണം ബ്രഹ്മന്നഭയായ യഥാരവേ യദാദിഷ്ടം ഭഗവതാ ശിവേനാധോക്ഷജേന ച തദ്ഗൃഹേഷു പ്രസക്താനാം പ്രായശക്ഷപിതം പ്രഭോ തന്ന പ്രദ്യോതയാധ്യാത്മജ്ഞാനം തത്വാർത്ഥദർശനം യേനാഞ്ജസാ തരിഷ്യാമോ ദുസ്തരം ഭവസാഗരം. മൈത്രേയ ഉവാച ഇതി പ്രചേതസാം പൃഷ്ടോ ഭഗവന്നാരദോ മുനിഃ ഭഗവത്യുത്തമശ്ലോക ആവിഷ്ടാത്മാ ബ്രവീൻ നൃപാൻ. അടുത്ത് 9ാമത്തെ ശ്ലോകമാണ് എടുക്കേണ്ടത്. നാരദ ഉവാച തജ്ജന്മതാനി കർമാണി തദായുസ്തന്മനോവചഃ നൃണാം യേനേഹ വിശ്വാത്മാ സേവ്യത്തെ ഹരിരീശ്വരഃ. തജ്ജന്മതാനി കർമാണി തദായുസ്തന്മനോവചഃ നൃണാം യേനേഹ വിശ്വാത്മാ സേവ്യത്തെ ഹരിരീശ്വരഃ. ഏതിലൂടെ ആ ലോകത്തിൻ്റെ ആത്മാവും ഈശ്വരനും ആയിരിക്കുന്ന ആ ശ്രീഹരി സേവിക്കപ്പെടുന്നുവോ അതുതന്നെ ഇവിടെ ആ മനുഷ്യർക്ക് ജന്മം അത് തന്നെ ആ മനുഷ്യർക്ക് ജന്മവും അത് തന്നെ കർമ്മങ്ങളും യഥാർത്ഥത്തിലുള്ള കർമ്മങ്ങളും അതത്രേ ആ യഥാർത്ഥ ജീവിതകാലം അതുതന്നെയാണ്. ഭഗവാന്റെ സേവയും ഭഗവാന്റെ ആ സ്മരണവും സേവയും അതുതന്നെയാണ് ആ ജീവിതകാലം, ആയുസ്സും. അതുപോലെ യഥാർത്ഥമായിരിക്കുന്ന മനസ്സും വാക്കും ഒക്കെ അതുതന്നെയാണ്. തജ്ജന്മതാനി കർമാണി, ജന്മവും കർമ്മവും ഒക്കെ അതാണ്. തദായുസ്തന്മനോവചഃ, അത് തന്നെയാണ് ആയുസ്, മനസ്സ്, വാക്കുകൾ. നൃണാം, മനുഷ്യൻ്റെ. യേനേഹ വിശ്വാത്മാ, ഏതിലൂടെയാണോ ആ ലോകത്തിൻ്റെ ആത്മാവും ഈശ്വരനുമായിരിക്കുന്ന സേവ്യതേ ഹരിരീശ്വര, ഹരിയെ ഇങ്ങനെ ഇപ്രകാരം സേവിക്കുന്ന ഇതിലൂടെയൊക്കെ മനസ്സ്, വാക്ക്, കർമ്മം ഇവയിലൂടെയൊക്കെ ആയുസ് മുഴുവൻ ആ ഭഗവാനെ സേവിക്കുന്നതാണ് ഈ ജന്മവും കർമ്മവും. അതിൻ്റെയൊക്കെ എസൻസ് അതാണ്, ജന്മത്തിൻ്റെയും കർമ്മത്തിൻ്റെയൊക്കെ എന്നാ പറയുന്നത്. അപ്പോൾ യേന, ഏതിലൂടെ, വിശ്വാത്മാ, ലോകത്തിൻ്റെ ആത്മാവും, ഈശ്വര, ഈശ്വരനുമായിരിക്കുന്ന ഹരിഹി, ആ ശ്രീഹരി, സേവ്യതേ, സേവിക്കപ്പെടുന്നുവോ, ഏതിലൂടെ ആ ലോകത്തിൻ്റെ ആത്മാവും ഈശ്വരനുമായിരിക്കുന്ന ശ്രീഹരി സേവിക്കപ്പെടുന്നുവോ അതുതന്നെയാണ് ഇവിടെ ആ മനുഷ്യർക്ക് ശരിയായ ജന്മം. അവ തന്നെയാണ് യഥാർത്ഥമായിരിക്കുന്ന കർമ്മങ്ങൾ, അതുതന്നെയാണ് യഥാർത്ഥമായിരിക്കുന്ന ജീവിതകാലം, അതുതന്നെയാണ് ആ മനസ്സും വാക്കും പ്രവൃത്തിയും. അപ്പോൾ യേന, ഏതിലൂടെ, വിശ്വാത്മാ, ലോകത്തിൻ്റെ ആത്മാവും, ഈശ്വര, ഈശ്വരനുമായിരിക്കുന്ന ഹരിഹി, ആ ശ്രീഹരി, സേവ്യതേ, സേവിക്കപ്പെടുന്നുവോ, തത്, അതുതന്നെ, ഇഹ, ഇവിടെ, നൃണാം, മനുഷ്യർക്ക്, ജന്മ, ശരിയായിരിക്കുന്ന ജന്മം, താനി, അവ തന്നെ, കർമാണി, അവ തന്നെ കർമാണി, യഥാർത്ഥ കർമ്മങ്ങൾ, തത്, അതത്രേ ആയുഹു, യഥാർത്ഥ ജീവിതകാലം എന്ന് പറയുന്നത് അത് തന്നെയാണ്. തത്, അതുതന്നെയാണ്, മനഃ, യഥാർത്ഥമായിരിക്കുന്ന മനസ്സും, വചഃ, ച, വാക്കും. യേന, ഏതിലൂടെ, വിശ്വാത്മാ, ലോകത്തിൻ്റെ ആത്മാവും, ഈശ്വര, ഈശ്വരനുമായിരിക്കുന്ന
ഹരിഹി ആ ശ്രീഹരി സേവ്യതേ സേവിക്കപ്പെടുന്നുവോ തത് അതുതന്നെയാണ് ഇഹ ഇവിടെ നൃണാം മനുഷ്യർക്ക് ജന്മ ശരിയായിരിക്കുന്ന ജന്മം താനി അവ തന്നെ കർമാണി യഥാർത്ഥ കർമ്മങ്ങൾ തത് അതത്രേ അതുതന്നെ അത്രേ ആയുഹു യഥാർത്ഥ ജീവിതകാലം തൽ അതുതന്നെയാണ് മനഃ യഥാർത്ഥമായിരിക്കുന്ന മനസ്സും വചഃ ച വാക്കും ഏതിലൂടെ ആ ലോകത്തിൻ്റെ ആത്മാവും ഈശ്വരനും ആയിരിക്കുന്ന ശ്രീഹരി സേവിക്കപ്പെടുന്നുവോ അതുതന്നെയാണ് ഇവിടെ ആ മനുഷ്യർക്ക് ജന്മവും കർമ്മവും അതുപോലെ ജീവിതകാലവും അതുപോലെ വാക്കും മനസ്സും എല്ലാം. അപ്പോൾ യേന വിശ്വാത്മാ ഈശ്വര ഹരി സേവ്യത്തെ തത് ഇഹ നൃണാം ജന്മ താനി കർമാണി തത് ആയുഃ തത് മനഃ വചഃ ച. എന്നുകൂടി പറയാം. യേന വിശ്വാത്മാ ഈശ്വര ഹരി സേവ്യത്തെ തത് ഇഹ നൃണാം ജന്മ താനി കർമാണി തത് ആയുഃ തത് മനഃ വചഃ ച. ഏതിലൂടെ ആ ലോകത്തിൻ്റെ ആത്മാവും ഈശ്വരനുമായിരിക്കുന്ന ശ്രീഹരി സേവിക്കപ്പെടുന്നുവോ അതുതന്നെയാണ് ഇവിടെ മനുഷ്യർക്ക് ശരിയായ ജന്മം. അവ തന്നെയാണ് ആ യഥാർത്ഥ കർമ്മങ്ങൾ. അതുതന്നെയാണ് യഥാർത്ഥമായിരിക്കുന്ന ജീവിതകാലം. അതുതന്നെയാണ് ആ യഥാർത്ഥമായിരിക്കുന്ന മനസ്സും വാക്കും. അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഉപാസിപ്പാൻ ഉപകരിക്കുന്ന ആ ജന്മമാണ് യഥാർത്ഥ മനുഷ്യജന്മം. കർമ്മം, ആയുസ്, മനസ്സ്, വാക്ക് എന്നിത്യാദികളും അതുപോലെ തന്നെ അതുപോലെ ഇനി അനവധി കാര്യങ്ങളുണ്ട് അടുത്ത. ചിലപ്പോൾ കർമ്മവും ആയുസ്സും മനസ്സും വാക്കും ഒക്കെ ആ മഹാവിഷ്ണുവിനെ ഉപാസിപ്പാൻ ഉപകരിക്കുന്നതാണ് അതെല്ലാം തന്നെ. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം നോക്കാം. ഇങ്ങനെ ആ പ്രചേതസ്സുകൾ ചോദിച്ചതനുസരിച്ച് ഭഗവാൻ നാരദൻ പുണ്യകീർത്തിയായിരിക്കുന്ന ഭഗവാനിൽ തന്നെ മനസ്സ് ലയിപ്പിച്ച് രാജാക്കന്മാരായ പ്രജേതസ്സുകളോട് പറയുകയാണ്. യാതൊന്നിനാൽ ആ സർവാത്മാവും സർവശക്തനും സർവവാസനാനാശകനും ആയിരിക്കുന്ന ഭഗവാൻ മനുഷ്യരാൽ സേവിക്കപ്പെടുന്നുവോ അതാണ് ജന്മം, അതാണ് കർമ്മങ്ങൾ, അതാണ് ആയുസ്, അതാണ് മനസ്സ്, അതാണ് വാക്ക്. ആ മൈത്രേയൻ പറയണ ഭഗവാനായിരിക്കുന്ന നാരദൻ മുനിയോട് ആ പ്രജേതസ്സുകൾ ഇപ്രകാരം ചോദിച്ചപ്പോൾ സ്മരിക്കുന്നവരുടെ അജ്ഞാനത്തെ ദൂരീകരിക്കുന്ന മഹിമയോടുകൂടിയ ശ്രീ ഭഗവാനെ മനസാ സ്മരിച്ചുകൊണ്ട് ശ്രീനാരദ മുനി രാജാക്കന്മാരായിരിക്കുന്ന പ്രജേതസ്സുകളോട് പറഞ്ഞു. ഉത്കൃഷ്ടകുലത്തിൽ ജനിച്ചും ഉത്കൃഷ്ടകർമ്മങ്ങളെ ആചരിച്ചും ഇരിക്കുന്ന ആ മാതാപിതാക്കന്മാരുടെ പുത്രനായി ജനിക്കുന്നതാണ് ശുദ്ധമായിരിക്കുന്ന ജന്മം. ഗായത്രി മന്ത്രം ഉപദേശിക്കുന്നത് കൊണ്ട് സിദ്ധിക്കുന്ന നമസ്കാരത്തെ സാവിത്രം എന്നു പേരായ രണ്ടാമത്തെ ജന്മം എന്ന് പറയും. യാഗാദി കർമ്മങ്ങൾ കൊണ്ടുള്ള മാഹാത്മ്യത്തെ യാജ്ഞികം എന്ന് പറയും. മൂന്നാമത്തെ ജന്മമായിട്ട് നിരൂപിക്കാം. ഈ 3 വിധ ജന്മം സിദ്ധിച്ചാലും ഹരിസേവ ഇല്ലെന്ന് വന്നാൽ ആ ജന്മം കൊണ്ട് ഫലമില്ല. വേദത്തിൽ വിധിച്ചിരിക്കുന്ന കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നതു കൊണ്ടും ദേവന്മാരെപ്പോലെ ബഹുകാലം ജീവിച്ചിരിക്കുന്നത് കൊണ്ടും ഹരിഭജനമില്ലാത്ത ആ പുരുഷന് യാതൊരു ഫലവും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനത്തിൽ ഏന ഹരി പ്രകാരം ഹരിയെ സേവ്യതേ എങ്ങനെ തജ്ജന്മ താനി കർമാണി ഹരിയെ സേവിച്ചു കഴിഞ്ഞാൽ ആ ജന്മവും ആ കർമ്മവും തദേവ മനസ്തേ ദേവായുവും ആ മനസ്സും ആയുസ്സും യേന ഹരിഹി സേവ്യതേ ഇപ്രകാരം ഹരിയെ സേവിക്കുക
തജ്ജന്മ, ആ ജന്മം ആണ്, ഹരിയെ സേവിക്കുന്നതാണ് ആ ജന്മം. താനി കർമാണി, അത് തന്നെയാണ് ആ കർമ്മങ്ങൾ. ഹരിയെ സേവിക്കുന്നത് തന്നെയാണ് കർമ്മങ്ങളും. തദേവ, അത് തന്നെയാണ് മനസ്സും. മനസ്തേ ദേവായു, മനസ്സും വാക്കും ആയുസ്സും. മനസ്തേ ദേവായു, മനസ്സും ആയുസ്സും ഒക്കെ അത് തന്നെയാണെന്നാണ് പറയുന്നത്. ആ ഹരിഭജനം തന്നെയാണ് ആയിത്തീരേണ്ടത്. ജന്മവും കർമ്മവും വാക്കും മനസ്സും പ്രവൃത്തിയും ഒക്കെ ആ ഹരിഭജനം ആയിട്ട് തീരണം. അപ്പോഴാണ് ആ ജീവൻ ആയുസ് സഫലം ആവുന്നതെന്ന്. ഏന ഹരിഹി സേവ്യതേ തജ്ജന്മദാനി കർമാണി തദേവ മനസ്തേ ദേവായു എന്നുള്ളതാണ് വ്യാഖ്യാനത്തിൽ. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം 10ാമത്തെ ശ്ലോകം. കിം ജന്മഭിസ്ത്രിഭിർവേഹ ശൗക്ലസാവിത്രയാത്മികൈഃ കർമ്മഭിർവാത്രൈഃ പ്രോക്തൈഃ പുംസോപി വിബുധായുഷാ. കിം ജന്മഭിസ്ത്രിഭിർവേഹ ശൗക്ലസാവിത്രയാത്മികൈഃ കർമ്മഭിർവാത്രൈഃ പ്രോക്തൈഃ പുംസോപി വിബുധായുഷാ. ശൗക്ലസാവിത്രയാത്മികൈഃ, ഉത്കൃഷ്ടജന്മം, ആ ഉപനയന സംസ്കാരം, യജ്ഞസംസ്കാരം. ശൗക്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്കൃഷ്ടജന്മം എന്നർത്ഥം. സാവിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപനയന സംസ്കാരം. യാജ്ഞികൈഹി, ആ യജ്ഞസംസ്കാരം എന്നീ 3 വിധത്തിലുള്ള ജന്മങ്ങളാലും ഈ ജന്മങ്ങളെ കൊണ്ടൊക്കെ ഇഹ, ഈ ലോകത്തിലെ എന്തു കാര്യമാണ്? പ്രോക്തൈഹി, ആ വേദവിഹിതങ്ങളായിരിക്കുന്ന കർമ്മങ്ങളാലും വിബുധായുഷാപി, ആ ദേവന്മാരോളം തന്നെ ആയുസ്സുണ്ടായതുകൊണ്ടും പുംസഹ കിം വാ, മനുഷ്യന് എന്ത് കിട്ടാൻ? അപ്പം ഇതുകൊണ്ടൊന്നും കാര്യമില്ല. ഹരിയുടെ ഭജനം തന്നെയാണ് അവശ്യം വേണ്ടതെന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. കിം ജന്മഭി സ്ത്രീഭിർ വേഹ, 3 ജന്മങ്ങൾ ലഭിക്കുന്നു. ശൗക്ലം, അതായത് ഉത്കൃഷ്ടമായിരിക്കുന്ന ജന്മം. സാവിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉപനയനാദി സംസ്കാരങ്ങളുള്ള ജന്മം. യാജ്ഞികൈഹി, ആ യജ്ഞ സംസ്കാരം എന്നീ വിധത്തിലുള്ള ജന്മങ്ങൾ. ത്രിഭി, 3 ജന്മഭി, ആ ജന്മങ്ങളാലും ഇഹ, ഈ ലോകത്തിൽ കിം വാ, എന്തു കാര്യം? ഇതൊക്കെ ചെയ്തിട്ട് എന്താണ് കാര്യം? ത്രയീപ്രോക്തൈഹി, ആ വേദവിഹിതങ്ങളായിരിക്കുന്ന കർമ്മഭി, ആ വേദത്തിൽ പറയപ്പെടുന്ന കർമ്മങ്ങളെ കൊണ്ടും വിബുധായുഷാ അപി, ദേവന്മാരോളം തന്നെ ആയുസ്സുണ്ടായതുകൊണ്ടും. വിബുധായുഷ, ദേവന്മാരോളം ആയുസ്, വിബുധന്മാരെ ദേവന്മാർ, ആയുഷ, ആ ആയുസ്സുകളെ കൊണ്ടും പുംസഹ കിം വാ, മനുഷ്യന് എന്ത് കിട്ടാനാണ് എന്നുള്ളതാണ് ചോദ്യം. ഒരു ചോദ്യമാണ്. അപ്പോൾ ശൗക്ലസാവിത്ര യാജ്ഞികൈഹി ത്രിഭിഹി ജന്മഭിഹി ഇഹ കിം വാ ത്രയീ പ്രോക്തൈഹി കർമ്മഭിഹി വിബുധായുഷാ അപി പുംസഹ കിം വാ. എന്നുകൂടി പറയാം. ശൗക്ലസാവിത്ര യാജ്ഞികൈഹി ത്രിഭിഹി ജന്മഭിഹി ഇഹ കിം വാ ത്രയീ പ്രോക്തൈഹി കർമ്മഭിഹി വിബുധായുഷാ അപി പുംസഹ കിം വാ. അപ്പോൾ ഉത്കൃഷ്ടജന്മം, ഉപനയന സംസ്കാരം, യജ്ഞസംസ്കാരം എന്നീ 3 ജന്മങ്ങളാലും ഈ ലോകത്തിൽ എന്തു കാര്യം? അതുപോലെ വേദവിഹിതങ്ങളായിരിക്കുന്ന കർമ്മങ്ങളാലും ദേവന്മാരോളം തന്നെ ആയുസ്സുണ്ടായതുകൊണ്ടും മനുഷ്യന് എന്തു കിട്ടാൻ? ശൗക്ല സാവിത്ര യാജ്ഞികൈഹി, ഉത്കൃഷ്ടജന്മം, ഉപനയന സംസ്കാരം, യജ്ഞസംസ്കാരം എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള 3 ജന്മങ്ങളെ കൊണ്ടും ഇഹ, ഈ ലോകത്തെ കിം വ, എന്ത് കാര്യം? അങ്ങനെയൊക്കെ ജീവിച്ചത് കൊണ്ട് എന്ത് കാര്യം? ത്രയീ പ്രോക്തൈഹി, ആ വേദവിഹിതങ്ങളായിരിക്കുന്ന കർമ്മഭിഹി, ആ കർമ്മങ്ങളാലും വിബുധായുഷ അപി, ദേവന്മാരോളം തന്നെ ആയുസ്സുണ്ടായതുകൊണ്ടും പുംസഹ കിം വ, മനുഷ്യന് എന്തു കിട്ടാനാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതാണ് ഇവിടെ. അതുപോലെ തന്നെ ഉത്കൃഷ്ട കുലത്തിൽ ജനനം, ഉപനയനത്തോടു കൂടിയുള്ള 2ാം ജന്മം, അഗ്നി ആധാനത്തോടെയുള്ള ആ 3ാം ജന്മം എന്നിവയും വേദോക്തങ്ങളായിരിക്കുന്ന കർമ്മങ്ങളും ദീർഘായുസ്സും എല്ലാം ഈശ്വരപ്പണമായി, ദീർഘായുസ്സും എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്തില്ലെങ്കിൽ
നിഷ്ഫലങ്ങളാണ് എന്നുള്ളതാണ് പറയുന്നത്. ഈ ജന്മങ്ങളൊക്കെ നിഷ്ഫലമായിട്ട് തീരുന്നു. ഇത്രയൊക്കെ നല്ല ജന്മം കിട്ടിയാലും കാര്യമില്ല എന്നുള്ളതാണ് പറയണത്. അപ്പോൾ ഉത്കൃഷ്ട കുലത്തിൽ ജനിച്ച് ആ ഉത്കൃഷ്ട കർമ്മങ്ങളെ ആചരിച്ചിരിക്കുന്ന മാതാപിതാക്കന്മാരുടെ പുത്രന്മാരായി ജനിക്കുന്നതാണ് അശുദ്ധമായിരിക്കുന്ന ജന്മം, ഉത്കൃഷ്ട ജന്മം എന്ന് പറയുന്നത്. ഗായത്രി മന്ത്രം ഉപദേശിക്കുന്നത് കൊണ്ട് സിദ്ധിക്കുന്ന സംസ്കാരത്തെ സാവിത്രം എന്ന് പേരായിട്ടുള്ള രണ്ടാമത്തെ ജന്മം. യാഗാദി കർമ്മങ്ങൾ കൊണ്ടുള്ള യാഗാദി കർമ്മങ്ങൾ കൊണ്ടുള്ള മാഹാത്മ്യത്തെ യാജ്ഞികം എന്ന് പറയുന്നു. മൂന്നാമത്തെ ജന്മമായിട്ടും അതിനെ മൂന്നാമത്തെ ജന്മമായിട്ട് നിരൂപിക്കാം. ഈ 3 വിധ ജന്മം സിദ്ധിച്ചാലും ഹരിസേവയില്ലെന്ന് വന്നാൽ ആ ജന്മങ്ങൾ കൊണ്ടൊന്നും ഒരു ഫലവുമില്ല. വേദത്തിൽ വിധിച്ചിരിക്കുന്ന കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നത് കൊണ്ടും ദേവന്മാരെപ്പോലെ ബഹുകാലം ജീവിച്ചിരിക്കുന്നത് കൊണ്ടും ഹരിഭജനം ഇല്ലാത്ത പുരുഷന് യാതൊരു ഫലവുമില്ല, നിഷ്ഫലം ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ വന്നിട്ട് ഇഹ ശൗക്ലസാവിത്രയാജ്ഞികൈർ സ്ത്രീഭിർജന്മഭി, ഈ 3 വിധത്തിലുള്ള ജന്മങ്ങളെ കൊണ്ട് ഉത്കൃഷ്ട ജന്മം, ഉപനയനാദി സംസ്കാരങ്ങളുള്ള ജന്മം, പിന്നെ എന്താ പറയുക മൂന്നാമത്തേതായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, യാജ്ഞികൈ യജ്ഞ സംസ്കാരം, ഇങ്ങനെയുള്ള ജന്മങ്ങളെ കൊണ്ടൊന്നും ഇഹ ശൗക്ല സാവിത്ര യാജ്ഞികൈ സ്ത്രീഭി ജന്മഭി, ഇതുകൊണ്ടൊക്കെ കിം എന്താണ് ഉള്ളത്, എന്താണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്? ഒന്നും ലഭിക്കുന്നില്ല. വാസ്തവത്തിൽ ആയുസ് നിഷ്ഫലം ആവുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ചെയ്തിട്ട് അങ്ങനെയുള്ള ജീവിച്ചിട്ട് ആയുസ്സും എല്ലാം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. സ്ത്രീഭിർവേദൈഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വേദങ്ങൾ. ശ്രുതേന തപസാ വാകിം വചോഭിശ്ചിത്തവൃത്തിഭിഃ ബുദ്ധ്യാ വാകിം നിപുണയാ ബലേനേന്ദ്രിയരാധസ, ഒന്നുകൊണ്ടും ഫലമില്ല. ശ്രുതേന തപസ, ശാസ്ത്രജ്ഞാനം കൊണ്ട് ഒരു ഫലമില്ല. വാകിം വചോഭിശ്ചിത്തവൃത്തിഭി, തപസ് വാക്ക് വാഗ്മിത്വം, അതുപോലെ ചിത്തവൃത്തിഭി മനസ്സിൻ്റെ വികാസം, ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും ഫലമുണ്ട്. ബുദ്ധ്യാ മനസ്സിൻ്റെ വികാസം ഇത്യാദികളാൽ കിം എന്ത് കാര്യമാണുള്ളത്? നിപുണയാ സാമർഥ്യമുള്ള ബുദ്ധി കൊണ്ട് എന്തു കാര്യമാണുള്ളത്? ബലേന ബലം, ഇന്ദ്രിയാരാധസ ഇന്ദ്രിയ പാടവം ഇവയാലും, കിം എന്തു കാര്യം? ശ്രുതേന ശാസ്ത്രജ്ഞാനം, തപസ് വചോഭി വാഗ്മിത്വം മനസ്സിൻ്റെ വികാസം, ചിത്തവൃത്തി, ഇവ കൊണ്ടൊക്കെ എന്ത് കാര്യം? സാമർഥ്യമുള്ള ബുദ്ധി, ബലം, ഇന്ദ്രിയ പാടവം ഇവയാലും എന്തു കാര്യം? ആ ഹരിയുടെ ഭജനം കൊണ്ട് മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള ആ ജന്മത്തെ സഫലമാക്കാൻ സാധിക്കുള്ളൂ എന്നാണ്. ശ്രുതേന ശാസ്ത്രജ്ഞാനം, തപസ് വചോഭി വാഗ്മിത്വം, ചിത്തവൃത്തിഭി മനസ്സിൻ്റെ വികാസം ഇത്യാദികളാൽ കിം എന്തു കാര്യം? നിപുണയാ സാമർഥ്യമുള്ള ബുദ്ധ്യാ സാമർഥ്യമുള്ള ബുദ്ധി കൊണ്ട്, ബലേന ബലം, ഇന്ദ്രിയാരാധസ ഇന്ദ്രിയ പാഠം ഇവയാലും, കിം എന്തു കാര്യം? ശാസ്ത്രജ്ഞാനം, തപസ്, അതുപോലെ വാഗ്മിത്വം മനസ്സിൻ്റെ വികാസം ഇത്യാദികളാൽ എന്തു കാര്യം? സാമർഥ്യമുള്ള ബുദ്ധി, ആ ബലം, ഇന്ദ്രിയ പാടവം ഇവ കൊണ്ടൊക്കെ എന്തു കാര്യം? ശ്രുതേന തപസാ വചോഭി ചിത്തവൃത്തിഭി കിം നിപുണയാ ബുദ്ധ്യാ ബലേന ഇന്ദ്രിയാരാധസ കിം ഒന്നുകൂടി പറയാം. ശ്രുതേന തപസാ വചോഭി ചിത്തവൃത്തിഭി കിം നിപുണയാ ബുദ്ധ്യാ ബലേന ഇന്ദ്രിയാരാധസ കിം ശാസ്ത്രജ്ഞാനം, തപസ്, വാഗ്മിത്വം മനസ്സിൻ്റെ വികാസം ഇത്യാദികളാൽ എന്താണ് കാര്യം? സാമർഥ്യമുള്ള ബുദ്ധി, ആ ബലം, ഇന്ദ്രിയ പാഠം ഇവകളെ കൊണ്ടും എന്താണ് ഫലം എന്നാണ് ചോദിക്കുന്നത്.
അപ്പോൾ വേദാധ്യയനം, നല്ല വാഗ്മിത്വം, മനഃശുദ്ധി, നല്ല ബുദ്ധിശക്തി, ഇന്ദ്രിയങ്ങളുടെ പ്രാപ്തി, യോഗശക്തി, സാംഖ്യജ്ഞാനം, വേദജപം, ഇങ്ങനെ അനേകം സദ്വിഷയങ്ങളുണ്ട്. പക്ഷേ ഇവയൊന്നും ഈശ്വരാർപ്പണമായിട്ടില്ലെങ്കിൽ ശോഭിക്കില്ല. രണ്ടും ഒന്നും ആ ഈശ്വരാർപ്പണമല്ലാതെ കണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവയൊന്നും തന്നെ ശോഭിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേദശാസ്ത്രാഭ്യാസം കൊണ്ടും തപസ്സുകൊണ്ടും എന്തു കാര്യം? വാഗ്വിലാസം കൊണ്ടും ചിത്തധാരണം കൊണ്ടും എന്തു ഗുണം? സൂക്ഷ്മബുദ്ധി, ശരീരശക്തി, ഇന്ദ്രിയശക്തി എന്നിവ കൊണ്ടും എന്തു കാര്യം എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വ്യാഖ്യാനത്തിൽ പറയണത് അഹോ ശ്രുതേന തപസ, അല്ലയോ അഹോ കഷ്ടം, ശ്രുതേന തപസ, ശാസ്ത്രജ്ഞാനം കൊണ്ടും തപസ് കൊണ്ടും, നിപുണബുദ്ധ്യ ബുദ്ധി കൊണ്ടും, യോഗേന യോഗം കൊണ്ടും, സാംഖ്യേന സാംഖ്യം കൊണ്ടും, ത്യാഗേന അന്യൈ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അനവധി. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അഹോ ശ്രുതേന തപസ നിപുണബുദ്ധ്യ കിം വാ, എന്താണ് കാര്യം എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ വീണ്ടും ചോദിക്കണു. വീണ്ടും എന്താ ചോദിക്കണത്? കിം വാ യോഗേന, യോഗം കൊണ്ട് എന്താ കിട്ടാൻ പോകണം? സാംഖ്യേന ന്യാസസ്വാധ്യായയോരപി, ന്യാസം കൊണ്ട് സ്വാധ്യായം കൊണ്ട്, ഇതുകൊണ്ടൊക്കെ കിം വാ എന്ത് ഫലം? ശ്രേയോഭി, ശ്രേയസ് കൊണ്ട്, അന്വേഷിച്ച അന്യരുടെ ശ്രേയസ് കൊണ്ട്, ന യത്ര ആത്മപ്രദോ ഹരിഹി, ഇതൊന്നും ആത്മപ്രദനായിരിക്കുന്ന ഹരിയെ ആത്മപ്രദനായിരിക്കുന്ന ഹരി ഇല്ലെങ്കിൽ ഇവ കൊണ്ടൊന്നും കാര്യമില്ല. കിം വാ യോഗേന സാംഖ്യേന ന്യാസസ്വാധ്യായയോരപി കിം വാ ശ്രേയോഭിർ അന്വേഷിച്ച ന യത്ര ആത്മപ്രദോ ഹരിഹി. കിം വാ എന്തു കാര്യം? യോഗേന യോഗം കൊണ്ട്, സാംഖ്യേന സാംഖ്യം കൊണ്ട്, ന്യാസം കൊണ്ട്, ന്യാസസ്വാധ്യായയോ അപി സന്യാസം, വേദാധ്യയനം ഇവയാലും ഒക്കെ എന്ത് കാര്യം? അന്യേഹി വേറെ, ശ്രേയോഭി വേറെ ശ്രേയസാധനകളാൽ കൊണ്ടും, കിം വാ എന്തു കാര്യമാണ് ഉള്ളതെന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ എത്ര യാതൊരിടത്ത് ആത്മപ്രദ, ആത്മാവിനെ പ്രദാനം ചെയ്യുന്ന, ആത്മാവിനെ പ്രദാനം ചെയ്യുന്ന ശ്രീഹരി നഹ ഇല്ലെങ്കിൽ, യോഗേന യോഗം, സാംഖ്യേന സാംഖ്യം, ന്യാസ സ്വാധ്യായയോ അപി സന്യാസം, വേദാധ്യയനം ഇവയാലും, കിം വാ എന്തു കാര്യം? അന്യേഹി വേറെ, ശ്രേയോഭിഹി ച ശ്രേയസാധനകളാലും, കിം വാ എന്തു കാര്യം? അപ്പോൾ എത്ര ആത്മപ്രദ ഹരിഹി ന യോഗേന സാംഖ്യേന ന്യാസസ്വാധ്യായയോ അപി കിം വാ അന്യേഹി ച കിം വാ അന്യമായത് എന്തുകൊണ്ടും എന്താണ് കാര്യം എന്നുള്ളതാണ്. അപ്പോൾ എത്ര ആത്മപ്രദ ഹരി ന യോഗേന സാംഖ്യേന ന്യാസസ്വാധ്യായയോ അപി കിം വാ അന്യേഹി ശ്രേയോഭി ച കിം വാ. അപ്പോൾ യാതൊരിടത്ത് ആ ആത്മപ്രദനെ, ആ ആത്മാവിനെ പ്രദാനം ചെയ്യുന്ന ആ ശ്രീഹരി ഇല്ലെങ്കിൽ, യാതൊരിടത്ത് ആത്മപ്രദാനം ചെയ്യുന്ന ശ്രീഹരി ഇല്ലെങ്കിൽ, യോഗം കൊണ്ടോ സാംഖ്യം കൊണ്ടോ അതുപോലെ സന്യാസം, വേദാധ്യയനം ഇവ കൊണ്ടും ഒക്കെ എന്താണ് കാര്യം? വേറെ ആ അന്യ ശ്രേയസാധനകൾ കൊണ്ടും, ശ്രേയസ്സിനുള്ള സാധനങ്ങളാൽ കൊണ്ടും ഒന്നും ഒരു കാര്യമില്ല. എല്ലായിടത്തും ആ ഈശ്വരാർപ്പണം വേണം, ശ്രീഹരിയുടെ ഭക്തി വേണം. ഭക്തിയില്ലെങ്കിൽ ഇവ കൊണ്ടൊന്നും കാര്യം ഇല്ല എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് പറയുന്നത്. അപ്പോൾ നിത്യാനന്ദപ്രദനായിരിക്കുന്ന ഹരി എവിടെയില്ല? അവിടെ യോഗം കൊണ്ടോ സാംഖ്യം കൊണ്ടോ ന്യാസ സ്വാധ്യായങ്ങൾ കൊണ്ടോ വേദാധ്യയനം കൊണ്ടോ എന്തു കാര്യം എന്നുള്ളതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ
വേദാന്ത വാക്യാർത്ഥങ്ങളെ ഗുരുമുഖത്തിൽ നിന്നും കേൾക്കുക, വ്രതാദികളെ നിയമേന അനുഷ്ഠിക്കുക, ശാസ്ത്രാദികളെ വ്യാഖ്യാനിക്കുക, നാനാർത്ഥങ്ങളെ ചിത്തത്തിൽ സങ്കല്പിക്കുക, ശാസ്ത്ര അവധാരണത്തിൽ സമർത്ഥമായ ബുദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഇന്ദ്രിയങ്ങൾക്ക് വസ്തുക്കളെ തിരിച്ചറിയാനുള്ള ശക്തി വേണ്ടതുപോലെ ഉണ്ടായിരിക്കുക എന്നിവ കൊണ്ട് ഹരിഭക്തി വിഹീനന് ഫലം എന്തിരിക്കുന്നു? പ്രാണായാമാദി സഹിതമായിരിക്കുന്ന യോഗം, ആത്മാവിനെ പ്രകൃതിയിൽ നിന്നും വേർതിരിച്ചറിയുന്നതായിരിക്കുന്ന സാഖ്യം, സർവസംഗ പരിത്യാഗരൂപമായിരിക്കുന്ന സന്യാസം, വേദാധ്യയനം എന്നിവ കൊണ്ടും ആ ശ്രേയസ്സിനെ സാധിക്കുന്ന അന്യങ്ങളായിരിക്കുന്ന അനുഷ്ഠാനങ്ങളെ കൊണ്ടും ആ ആത്മസ്വരൂപത്തെ ദാനം ചെയ്യുന്ന ശ്രീഹരിയെ സേവിക്കുന്നില്ലെങ്കിൽ വേറെ എന്തൊരു ഫലമാണ് ഉള്ളത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അതാണ് യോഗേന സാഖ്യേന ത്യാഗേനാന്യേഹി, ത്യാഗം തുടങ്ങിയിട്ടുള്ള അന്യമായിരിക്കുന്ന ശ്രേയോഭിഷ്ട, ശ്രേയസ്സിനുതകുന്ന സാധനകൾ കൊണ്ട് കിം യത്ര ആത്മപ്രദോ ഹരിർന്ന, അവ കൊണ്ടൊക്കെ എന്താണ് കിട്ടാൻ പോകുന്ന? ആത്മപ്രദനായിരിക്കുന്ന ഹരി ഇല്ലെങ്കിൽ എന്നുള്ളതാണ് ചോദിക്കുന്നത്. യോഗേന സാഖ്യേന ത്യാഗേന അന്യേഹി, യോഗം കൊണ്ടോ സാഖ്യം കൊണ്ടോ ത്യാഗം കൊണ്ടോ അന്യ ശ്രേയോഭിഷ്ട, ശ്രേയമാർഗങ്ങളെ കൊണ്ടോ കിം എന്തു ലഭിക്കാനാണ്? എത്ര ആത്മപ്രദോ ഹരിർന്ന, ആത്മപ്രദനായിരിക്കുന്ന ഹരിയില്ലെങ്കിൽ. യോഗേന സാഖ്യേന ത്യാഗേന അന്യേഹി ശ്രേയോഭിഷ്ട കിം എത്ര ആത്മപ്രദോ ഹരിർന്ന എന്നുള്ളതാണ് അതിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം ശ്രേയസാമഭി സർവേഷാം ആത്മാ ഹ്യവധിരർത്ഥതഃ. ഹ്യവധിരർത്ഥതഃ സർവേഷാമഭി ഭൂതാനാം ഹരിരാത്മാത്മദപ്രിയഃ. ശ്രേയസാമഭി സർവേഷാം, ഏറ്റവും ശ്രേയസ്സുള്ള, സത്യത്തിൽ സർവേഷാം എല്ലാ ശ്രേയസ്സുകളുടെയും, സർവേഷാം ആത്മാ അന്തിമം അവധിയായിരിക്കുന്ന ആത്മാവ്, ആ ആത്മാവാണ് ആ ഭഗവാൻ. ശ്രേയസാമഭി സർവേഷാം ആത്മാഹ്യവധിരർത്ഥതഃ. എല്ലാറ്റിൻ്റെയും ആത്മാവായിരിക്കുന്നതും എല്ലാ ഭൂതങ്ങളുടെയും ജീവജാലങ്ങളുടെയും ആത്മാവായിരിക്കുന്നതും ആത്മപ്രദനായും പ്രിയങ്കരനും ഒക്കെ ആയിട്ടുള്ളത് ആ ശ്രീഹരി ആണ്. സർവേഷാമഭി ഭൂതാനാം ഹരിരാത്മാത്മദപ്രിയ, എല്ലാറ്റിലും അടങ്ങിയിരിക്കുന്നത്, എല്ലാറ്റിൻ്റെയും ഉൾപ്പൊരുളായിട്ട് അടങ്ങിയിരിക്കുന്നത് ശ്രീഹരി മാത്രമാണ് എന്നാണ്. അർത്ഥതഃ എന്നാണ് സത്യത്തിൽ, അർത്ഥതഃ സത്യത്തിൽ സർവേഷാം എല്ലാ ശ്രേയസാം, സർവേഷാം എല്ലാ ശ്രേയസാം അപി ശ്രേയസ്സുകളുടെയും അവധി അന്തിമം ആയത് ആത്മാഹി ആ ആത്മാവാണല്ലോ. സർവേഷാം എല്ലാ ഭൂതാനാം അപി സർവജീവജാലങ്ങൾക്കും ആത്മാവായും ആത്മദഃ ആത്മപ്രദനായും പ്രിയഃ പ്രിയങ്കരനും ആയിട്ടുള്ളത് ഹരിഹി ശ്രീഹരിയും ആണ്. അർത്ഥതഃ സത്യത്തിൽ സർവേഷാം എല്ലാം, സർവേഷാം സത്യത്തിൽ എല്ലാ ശ്രേയസാം അപി എല്ലാ ശ്രേയസ്സുകളുടെയും അവധി അന്തിമം ആയുള്ള അവസാനത്തെ വാക്ക് ആത്മാഹി ആത്മാവാണെന്നാണ്. സർവേഷാം എല്ലാ ഭൂതാനാം അപി ജീവജാലങ്ങൾക്കും ആത്മാവായിട്ടുള്ളത് ഒക്കെ ആരാണ്? ആത്മദഃ ആത്മപ്രദനായും പ്രിയനും ആയിരിക്കുന്നത് ഹരിഹി ആ ശ്രീഹരിയുമാണെന്നാണ്. അപ്പോൾ അർത്ഥതഃ സർവേഷാം ശ്രേയസാം അപി അവധി ആത്മാഹി സർവേഷാം ഭൂതാനാം അപി ആത്മദഃ പ്രിയഃ ഹരിഹി. എന്നുകൂടി പറയാം. അർത്ഥതഃ സർവേഷാം ശ്രേയസാം അപി അവധി ആത്മാഹി സർവേഷാം ഭൂതാനാം അപി ആത്മദഃ പ്രിയഃ ഹരിഹി.
അപ്പോൾ സത്യത്തിൽ എല്ലാ ശ്രേയസ്സുകളുടെയും അന്തിമമായത് ആ ആത്മാവാണല്ലോ. എല്ലാ ജീവജാലങ്ങൾക്കും ആത്മാവായിട്ടും ആത്മപ്രദനായിട്ടും പ്രിയങ്കരനുമായിരിക്കുന്നത് ആ ശ്രീഹരിയുമാണ്. അപ്പോൾ ഒന്നുകൊണ്ടും കാര്യമില്ല. യോഗശക്തി, സാഖ്യജ്ഞാനം, വേദജപം ഇങ്ങനെയൊക്കെയുള്ളവ ഈശ്വരാർപ്പണമായിട്ടില്ലെങ്കിൽ അത് ശോഭിക്കില്ല. ആത്മസ്വരൂപിയായിരിക്കുന്ന ഭഗവതർപ്പണമായാൽ ഇവ ഓരോന്നും അത്യന്തം ശ്രേയസ്കരം അത്രേ. എല്ലാ ശ്രേയസ്സുകളുടെയും പരിസമാപ്തി ആ ഭഗവത് പ്രാപ്തിയിലാണ്. അതുപോലെ പുരുഷാർത്ഥങ്ങളുടെയും ലക്ഷ്യം അതുതന്നെ. എല്ലാ ശ്രേയസ്സുകളുടെയും പരിസമാപ്തി ഭഗവത് പ്രാപ്തിയാണ്. പുരുഷാർത്ഥങ്ങളുടെ ലക്ഷ്യവും അതുതന്നെ. എല്ലാ ഭൂതങ്ങൾക്കും പ്രിയനായിട്ടുള്ളതും ഭഗവാനാണ്. ആത്മപ്രദനം ആയിരിക്കുന്ന ആളാണ് ആര്? ആ ശ്രീഹരി. എല്ലാ ഭൂതങ്ങൾക്കും പ്രിയനായിട്ടും ആത്മപ്രദനും ആയിരിക്കുന്നത് ആ ഭഗവാൻ ശ്രീഹരി തന്നെയാണ്. അപ്പം അതുകൊണ്ട് ആ ശ്രീഹരിയുടെ ഭജനമാണ് എല്ലാവർക്കും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ശ്രേയസ്സുകളുടെയും പരമാർത്ഥമായിരിക്കുന്ന പരമകാഷ്ഠ ആത്മാവാണല്ലോ. സർവപ്രാണികൾക്കും ആത്മാവും ആത്മസ്വരൂപത്തെ പ്രദാനം ചെയ്യുന്നവനും അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവനും ആയിരിക്കട്ടുള്ളത് ഭഗവാനാകുന്നു. ആ പ്രാണായാമാദി സഹിതമായിരിക്കുന്ന യോഗം ആത്മാവിനെ പ്രകൃതി അത് പറഞ്ഞു അല്ലേ. അപ്പോൾ എല്ലാ ശ്രേയസ് സാധനകളെയും അനുഷ്ഠിക്കുന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന ഉദ്ദേശം ആത്മാനന്ദം ഉണ്ടാകണം എന്ന ഒരൊറ്റ മാത്ര ആകയാൽ ആ ഒന്നിൻ്റെ ലാഭത്തിന് ഉപകരിക്കാത്ത പ്രവൃത്തികൾ നിഷ്ഫലാണ്. ആ ഒന്നിൻ്റെ ലാഭത്തിന് ഉപകരിക്കാത്ത പ്രവൃത്തികൾ നിഷ്ഫലം തന്നെ. സകല ഭൂതങ്ങളിലും പ്രിയ സ്വരൂപത്തിൽ പ്രകാശിക്കുന്ന ആത്മാവാകട്ടെ ശ്രീഹരിയാകുന്നു. അതുകൊണ്ട് ആത്മാവായിരിക്കുന്ന ശ്രീഹരിയെ പ്രസാദിപ്പിക്കുവാൻ മതിയാകാത്തത് സകലവും നിഷ്ഫലം തന്നെ എന്നുള്ളതാണ് പറയുന്നത്. നിഷ്ഫലവും തന്നെ എന്ന അനുഭവം. ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. ആത്മാനന്ദത്തെ അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ് എല്ലാറ്റിനെയും പ്രിയമായിട്ട് കരുതുന്നത്. ആത്മനസ്തു കാമായ, ആത്മാവിന് വേണ്ട കാമങ്ങളെയെല്ലാം സർവം എല്ലാം പ്രിയം ഭവതി, ആത്മാനന്ദത്തെ അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ് എല്ലാറ്റിനെയും പ്രിയമായിട്ട് കരുതുന്നത്. ആത്മാനന്ദസ്തു കാമായ സർവം പ്രിയം ഭവതി. ആത്മാനന്ദത്തെ അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ് എല്ലാറ്റിനെയും പ്രിയമായിട്ട് കരുതുന്നത് എന്നുള്ള ആ വേദാന്ത വാക്യം ആണ് ഇവിടെ വേണ്ടതുപോലെ അതിൻ്റെ സാക്ഷ്യമായിട്ടാണ് ഈ ശ്ലോകം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ ശ്രേയസ്സുകളുടെയും പരമകാഷ്ഠ ആത്മാവാണല്ലോ. സർവപ്രാണികൾക്കും ആത്മാവും ആത്മസ്വരൂപ പ്രദാനം ചെയ്യുന്നവനും അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവനുമായിരിക്കുന്ന ഭഗവാൻ ശ്രീഹരിയാണ്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനത്തിൽ അഹോ സർവേഷാമപി ഭൂതാനാം, എല്ലാറ്റിലും അടങ്ങിയിരിക്കുന്ന എല്ലാ ഭൂതങ്ങളിലും അടങ്ങിയിരിക്കുന്ന ഹരി ഹരിരാത്മത, ഹരിയാണ് ആ ആത്മപ്രദൻ, ആത്മാനന്ദത്തെ നൽകുന്നത്, പ്രിയൻ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവൻ. അഹോ സർവേഷാമപി ഭൂതാനാം ഹരിരാത്മാത്മദപ്രിയ, എല്ലാ ഭൂതങ്ങൾക്കും പ്രിയനായിരിക്കുന്നത് ആ ആത്മദൻ ആയിരിക്കുന്ന ആത്മാവിനെ തരുന്ന ആ ഹരി ആണ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നത്. അഹോ സർവേഷാമപി ഭൂതാനാം ഹരിരാത്മദപ്രിയ. അഹോ സർവേഷാമപി ഭൂതാനാം ഹരിരാത്മദപ്രിയ എന്നുള്ളതാണ് ആ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. യഥാ തരോർമൂലനിഷേചനേന തൃപ്യന്തി തൽസ്കന്ധഭുജോപശാഖാ പ്രാണോപഹാരാച്ച യഥേന്ദ്രിയാണാം തഥൈവ സർവാർഹണമച്യുതേജ്യ. യഥാ തരോർമൂലനിഷേചനേന തൃപ്യന്തി തൽസ്കന്ധഭുജോപശാഖാ പ്രാണോപഹാരാച്ച യഥേന്ദ്രിയാണാം തഥൈവ സർവാർഹണമച്യുതേജ്യ. എപ്രകാരമാണോ ആ വൃക്ഷത്തിൻ്റെ ആ കടക്കൽ വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ആ തടിയും കൊമ്പുകളും ചില്ലകളും ഒക്കെ ആ
വെള്ളം വലിച്ചെടുത്തിട്ട് തൃപ്തിപ്പെടുന്നത് അത് എപ്രകാരമോ അതുപോലെയാണ് പ്രാണനുള്ള ആ ഉപഹാരത്താൽ ആ ഇന്ദ്രിയങ്ങൾക്ക് എങ്ങനെയാണോ പ്രാണോപഹാരാത് ഇന്ദ്രിയാണാം ആ പ്രാണനുള്ള ഉപഹാരത്താൽ ഇന്ദ്രിയങ്ങൾക്ക് എങ്ങനെയോ പ്രാണൻ്റെ ഇതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങൾക്കുള്ള ശക്തി ലഭിക്കുന്നത്. പ്രാണനുള്ളത് കൊണ്ടാണ് ഇന്ദ്രിയങ്ങൾക്ക് യഥാബലം ലഭിക്കുന്നത്. അതുപ്രകാരം ആ മഹാവിഷ്ണുവിനുള്ള യജ്ഞം, ആ മഹാവിഷ്ണുവിന് സമർപ്പിക്കുന്ന ആ യജ്ഞമാണ് സർവർക്കും ഉള്ളതായിട്ട് തീരുന്നത്. അത് മഹാവിഷ്ണുവിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളും യജ്ഞങ്ങളുമാണ് എല്ലാവർക്കും വേണ്ടിയുള്ളതായിട്ട് തീരണത്, സർവർക്കും ഉള്ളതായിട്ട് തീരണത്. അപ്പോൾ തരോഹോ ആ വൃക്ഷത്തിൻ്റെ മൂലനിഷേചനേന, വൃക്ഷത്തിൻ്റെ മൂലനിഷേചനേന കടയ്ക്കൽ വെള്ളം ഒഴിച്ചാൽ തൽ സ്കന്ധഭുജോപശാഖ അതിൻ്റെ ആ തടിയും കൊമ്പുകളും ചില്ലുകളും, സ്കന്ധം ഭുജം ഉപശാഖ അതിൻ്റെ തടി കൊമ്പുകൾ ചില്ലകൾ ഇവയൊക്കെ മറ്റും തൃപ്തിപ്പെടുന്നു യഥാ അത് എപ്രകാരമാണോ അപ്രകാരം തന്നെ ആണ് അതേപോലെ തന്നെയാണ് യഥാ എപ്രകാരമോ പ്രാണോപഹാരാത് ആ പ്രാണനുള്ള ഉപഹാരത്താൽ ഇന്ദ്രിയാണാം ച ആ ഇന്ദ്രിയങ്ങൾക്ക് എങ്ങനെയോ പ്രാണനുള്ളത് കൊണ്ടാണ് ഇന്ദ്രിയങ്ങൾക്ക് ശക്തി ലഭിക്കുന്നത്. തഥായേവ അതേ പ്രകാരം അച്യുതേജ്യ അതുപോലെ തന്നെയാണ് മഹാവിഷ്ണുവിനുള്ള യജ്ഞങ്ങളും. മഹാവിഷ്ണുവിനുള്ള യജ്ഞങ്ങൾ എന്തായി തീരണു? സർവാർഹണം സർവർക്കും ഉള്ളതായിട്ട് തീരണു. മഹാവിഷ്ണുവിനെ ഭജിച്ചാൽ അത് എല്ലാവർക്കും ഉള്ള പ്രാർത്ഥനയായിട്ട് തീരണു. ഒരു വൃക്ഷത്തിൻ്റെ വേരിന് നനയ്ക്കുന്ന ജലം അതിൻ്റെ ശാഖോപശാഖകളിൽ വ്യാപിക്കുന്നു. പ്രാണന് നൽകുന്ന ആഹാരം ഓരോ ഇന്ദ്രിയങ്ങളിലും എത്തിപ്പെടുന്നു. അപ്രകാരം ആ ഭഗവാൻ ആ മഹാവിഷ്ണുവിനെ ആരാധിച്ചാൽ അത് സർവരെയും ആരാധിച്ചതിന് തുല്യമായി ഭവിക്കുന്നു. സർവരെയും ആരാധിച്ചതിന് തുല്യവും സർവർക്കും ആരാധ്യം ആയിട്ടുള്ള ഭഗവാനെ ആരാധിക്കുന്നതിന് തുല്യവും ആയിട്ട് തീരുന്നു. അപ്പോൾ തരോഹോ വൃക്ഷത്തിൻ്റെ മൂലനിഷേചനേന കടയ്ക്കൽ വെള്ളം നനച്ചാൽ തൽ സ്കന്ധഭുജോപശാഖ അതിൻ്റെ തടിയും ശാഖകളും ചില്ലകളും മറ്റും തൃപ്യപ്പെടുന്നത് യഥാ പ്രകാരമാണോ പ്രാണോപഹാരാത് ആ പ്രാണനുള്ള ഉപഹാരത്താൽ പ്രാണന് നൽകുന്ന ആഹാരത്താൽ ഇന്ദ്രിയാണാം ഇന്ദ്രിയങ്ങൾ എപ്രകാരമാണോ അത് അതിൻ്റെ ആ ശക്തി അതിന് ലഭിക്കുന്നത് ഈ ആഹാരം കൊണ്ട് പ്രാണനാകുന്ന ആഹാരം കൊണ്ട് യഥാ എങ്ങനെയോ തഥായവ അതേ പ്രകാരമാണ് അച്യുതേജ്യ മഹാവിഷ്ണുവിനുള്ള യജ്ഞം അത് സർവാർഹണം സർവർക്കുമുള്ളതായിട്ട് തീരണു. അപ്പോൾ തരോഹോ മൂലനിഷേചനേന തൽ സ്കന്ധഭുജോപശാഖാ തൃപ്യന്തി യഥാ പ്രാണോപഹാരാത് ഇന്ദ്രിയാണാം ച യഥാ തഥാ അച്യുതേജ്യ യജ്ഞം സർവാർഹണം അച്യുതേജ്യ സർവാർഹണം എന്നുകൂടി പറയാം. തരോഹോ മൂലനിഷേചനേന തൽ സ്കന്ധഭുജോപശാഖാ തൃപ്യന്തി യഥാ പ്രാണോപഹാരാത് ഇന്ദ്രിയാണാം ച യഥാ തഥാ ഏവ അച്യുതേജ്യ സർവാർഹണം. വൃക്ഷത്തിൻ്റെ ആ കടയ്ക്കൽ വെള്ളം നനച്ചാൽ അതിൻ്റെ ആ തടിയും കൊമ്പുകളും ശാഖകളും മറ്റും തൃപ്തിപ്പെടുന്നത് എപ്രകാരമാണോ ആ പ്രാണൻ എന്നുള്ള ആ ഉപഹാരത്താൽ പ്രാണൻ നൽകുന്ന ആഹാരത്താൽ ആ ഇന്ദ്രിയങ്ങൾക്ക് തൃപ്തി വരുന്നു. ആ ഇന്ദ്രിയങ്ങൾക്ക് എങ്ങനെയോ ആ തൃപ്തി വരുന്നു. അതേ പ്രകാരം തന്നെയാണ് അച്യുതയജ്ഞ മഹാവിഷ്ണുവിനുള്ള ആ യജ്ഞം സർവർക്കും ഉള്ളതായിട്ട് തീരണു. അപ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ വേരിന് നനയ്ക്കുന്ന ജലം അതിൻ്റെ ശാഖോപശാഖകളിൽ വ്യാപിക്കുന്നു. പ്രാണന് നൽകുന്ന ആഹാരം ഓരോ ഇന്ദ്രിയങ്ങൾക്കും എത്തിപ്പെടുന്നു. അപ്രകാരം ഭഗവാൻ മഹാവിഷ്ണുവിനെ ആരാധിച്ചാൽ അത് സർവരെയും ആരാധിച്ചതിന് തുല്യമായിട്ട് ഭവിക്കുന്നു. തഥാ ഹി സ്കന്ധശാഖാനാം
വളരെ ശ്രദ്ധേയമായിട്ടുള്ള തത്വങ്ങൾ അടങ്ങിയിരിക്കുന്ന ശ്ലോകമാണ്. സാധാരണ ആഹാരം കഴിക്കുമ്പോൾ ആദ്യമായിട്ട് പ്രാണാഹൂതി ആണ്. പഞ്ചപ്രാണന്മാർക്കുള്ള ആ ആഹൂതി ആ പഞ്ച ഇന്ദ്രിയങ്ങളുടെ തൃപ്തിക്കായിട്ട് പരിണമിക്കുന്നു. ഇതിൻ്റെ തത്വം ആ ഛാന്തോഗ്യാദി ഉപനിഷത്തുകളിൽ കാണാം. സാധാരണ പ്രചാരത്തിലുള്ള ക്രമം ഓം പ്രാണായ സ്വാഹ, ഓം അപാനായ സ്വാഹ, ഓം വ്യാനായ സ്വാഹ, ഓം ഉദാനായ സ്വാഹ, ഓം സമാനായ സ്വാഹ എന്നാണ്. ആറാമതായിട്ട് ഓം ബ്രഹ്മണേ സ്വാഹ എന്നും ഉണ്ടത്രേ. ഈ ക്രമത്തിന് അവലംബം ആഹ്നികപ്രകാശം തുടങ്ങിയിട്ടുള്ള പല ഗ്രന്ഥങ്ങളാണ്. ഛാന്തോഗ്യോപനിഷത്തിൽ പ്രാണൻ, വ്യാനൻ, അപാനൻ, സമാനൻ, ഉദാനൻ എന്നാണ് ക്രമം, പഞ്ചപ്രാണങ്ങൾ. ഈ വ്യത്യാസം ആചാര്യ സ്വാമികൾ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ പരിഹരിച്ചിട്ടുണ്ട്. ഈ പ്രാണാഹൂതി പ്രാണാഗ്നിഹോത്രം എന്നാണ് അറിയപ്പെടുന്നത്. പ്രാണാഗ്നിഹോത്രം. അപ്പോൾ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഇതുകൊണ്ട് പ്രീതി ലഭിക്കുന്നു എന്നാണ് ആ ഭാഗവത സാരം. അതിന് ഛാന്തോഗ്യോപനിഷത്തിലൊക്കെ വളരെ വിസ്തരിച്ച് അതിനെ പ്രതിപാദിക്കുന്നുണ്ട്. തസ്യ ഹവാ ഏതസ്യാത്മനോ വൈശ്വാനരസ്യ മൂർധൈവ എന്ന മന്ത്രപ്രകാരം ശരീരം യജ്ഞസ്വരൂപമാണ്. മൂർധാവ് ദ്യുലോകം, ചക്ഷുസ് ആദിത്യൻ, പ്രാണൻ വായു, ശരീരം ആകാശം, മൂത്രാശയം എന്ന് പറയുന്ന അപ്പുകൾ ജലം, പാദങ്ങൾ പൃഥിവി, ഉരസ് വേദി, രോമങ്ങൾ ദർഭ, ഹൃദയം ഗാർഹപത്യാഗ്നി, മനസ്സ് ദക്ഷിണാഗ്നി, വായു ആവഹനീയാഗ്നി. അങ്ങനെ തദ് യത് ഭക്തം പ്രഥമമാഗച്ഛേത്. ആ പ്രാണാഗ്നിഹോത്ര തത്വ പ്രതിപാദിക്കുന്നു. ആദ്യത്തെ ആഹൂതി ഓം പ്രാണായ സ്വാഹ എന്നാണ്. ഇതുകൊണ്ട് ആ പ്രാണൻ തൃപ്തനാകും. പ്രാണൻ തൃപ്തനാകുമ്പോൾ ചക്ഷുസ്സും അതോടെ ആദിത്യനും ദ്യോവും അവയ്ക്ക് താഴെയുള്ള സർവ്വതും തൃപ്തങ്ങളാകുന്നു. വ്യാനാഹൂതി കൊണ്ട് ശ്രോത്രം, ചന്ദ്രൻ, ദിക്കുകൾ ഇവ തൃപ്തമാകുന്നു. അപാനാഹൂതി കൊണ്ട് അഗ്നി, പൃഥിവി ഇത്യാദികളും, സമാനാഹൂതിയാൽ മനസ്സ്, പർജന്യൻ, വിദ്യുത് ഇവയും, ഉദാനാഹൂതിയാൽ ത്വക്ക്, വായു, ആകാശം എന്നിങ്ങനെയുള്ളവയും ഇവയുടെ ഫലമായിട്ട് പുത്രപൗത്രാദികൾക്ക് ശ്രേയസ്, ധനധാന്യലാഭം, ശരീരകാന്തി, ബ്രഹ്മവർച്ചസ് എന്നിവയെല്ലാം കൈവരുന്നു. അങ്ങനെ പ്രാണാഗ്നിഹോത്ര തത്വം അത്യന്തം ബൃഹത്തും വിപുലവും ആണ്. നാരായണോപനിഷത്തിലൊക്കെ ഇതിൻ്റെ വിധികൾ പറയുന്നുണ്ട്. പ്രാണാഗ്നിഹോത്രോപനിഷത്തിൽ അങ്ങനെ ഒരു ഉപനിഷത്ത് തന്നെയുണ്ട്. ഇതിനെ യജ്ഞം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. എല്ലാ യജ്ഞാംഗങ്ങളും ശരീരാവയവങ്ങൾ തന്നെ. കോ യജമാനഃ, കാ പത്നി, കേ ഋത്വിജഃ, ആത്മാ യജമാനഃ, ബുദ്ധി പത്നി, വേദാ മഹർത്വിജഃ. കാത്യായന പരിശിഷ്ടഭോജന സൂത്രത്തിൽ പ്രാണാഗ്നിഹോത്രം വിവരിക്കപ്പെടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കേവലം ജലം കൊണ്ടെങ്കിലും പ്രാണാഹൂതി കഴിച്ചാൽ അതിലുപരി യാതൊരു കർമ്മവും ഇല്ല. ശ്രൗതവും സ്മാർത്തവും എല്ലാം അതിലടങ്ങും. സർവ്വലോകപ്രീതിയും തദ്വാര ഈശ്വരപ്രസാദവും വരും. ഇന്ദ്രിയങ്ങൾക്ക് ഭക്ഷണം അതാത് ഇന്ദ്രിയങ്ങളിൽ സമർപ്പിക്കപ്പെടേണ്ടതില്ല. പ്രാണാഹൂതിയിലൂടെ ആ പ്രാണങ്ങൾ അവയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നു. പരിമിതമായിരിക്കുന്ന തത്വം മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. എങ്കിലും ഒരു വിശദീകരണം കൂടാതെ അത് മനസ്സിലാക്കാത്തതിനാൽ ഇത്രയും പറഞ്ഞതാണ്. അതിലൂടെ വളരെ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അർത്ഥം വൃക്ഷത്തിൻ്റെ കടക്കൽ നനയ്ക്കുന്നത് കൊണ്ട് അതിൻ്റെ തടിയും ശാഖോപശാഖകളും പത്രപുഷ്പാദികളും എല്ലാം എങ്ങനെ പുഷ്ടിപ്പെടുമോ അതുപോലെ ആ ഭഗവത് ആരാധന കൊണ്ട് സർവത്തിൻ്റെയും ആരാധനയായിട്ട് തീരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മരങ്ങളുടെ വേരിൽ വെള്ളം നനയ്ക്കുന്നത് കൊണ്ട് ആ സ്കന്ധങ്ങൾ, കൊമ്പുകൾ, ഉപശാഖകൾ എന്നീ വിഭാഗങ്ങളിലെല്ലാം പല്ലവ പുഷ്പഫലാദികൾ ഉണ്ടാകുന്നു. പ്രാണതൃപ്തിയെ ജനിപ്പിക്കുന്ന ആഹാരങ്ങളെ സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ സകലേന്ദ്രിയങ്ങൾക്കും പ്രവൃത്തിശക്തി ജനിക്കുന്നു.
ഇതുപോലെ തന്നെ ഏതുകാലത്തും നാശരഹിതനായിരിക്കുന്ന ശ്രീഹരിയെ പൂജിക്കുന്നതുകൊണ്ട് സർവ്വദേവന്മാരും പ്രസാദിക്കുന്നു. ദേവന്മാരുടെ മൂലം ശ്രീഹരിയാകയാൽ ശ്രീഹരിയെ പ്രസാദിപ്പിച്ചാൽ മാത്രമേ കർമ്മങ്ങൾക്ക് വിധിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. ഓരോ കൊമ്പുകൾ നനയ്ക്കുന്നത് കൊണ്ട് ഫലമില്ലെന്ന് മാത്രമല്ല, അത് സാധ്യവും അല്ല. ഓരോ ഇന്ദ്രിയങ്ങളെ പ്രത്യേകം പുഷ്ടിപ്പെടുത്തുവാൻ അന്നലേപനാദികൾ ചെയ്തിട്ട് ഫലമില്ല എന്ന് മാത്രമല്ല, ആന്ധ്യം ബാധിര്യം മുതലായിരിക്കുന്ന ദോഷങ്ങൾ കൂടെ അത് നിമിത്തമുണ്ടാകും. അതുപോലെ എല്ലാ ദേവന്മാരെയും തൃപ്തിപ്പെടുത്തുക എന്നത് സാധ്യം അല്ല, ആവശ്യവും ഇല്ല. ശ്രീഹരിയെ മാത്രം പ്രസാദിപ്പിക്കണം, എന്നാൽ എല്ലാ ദേവതകളും പ്രസാദിക്കും. കർമ്മങ്ങളെല്ലാം ശോഭനങ്ങളായി ഭവിക്കുകയും ചെയ്യും. ശ്രീഹരിയെ മാത്രം ഭജിക്കാനാണ് വീണ്ടും വീണ്ടും ഈ ശ്ലോകങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ശ്രീഹരി മാത്രമാണ് സർവേശ്വരേശ്വര, എല്ലാ ഈശ്വരന്മാർക്കും ഈശ്വരൻ എന്ന് വീണ്ടും വീണ്ടും നമ്മളെ ഊട്ടി ഉറപ്പിക്കുന്ന ശ്ലോകങ്ങളാണ് ഈ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ്. യഥാ തരോർമൂല നിഷേചനേന, എപ്രകാരമാണോ മരത്തിൻ്റെ വേരിൽ ഒഴിക്കുന്ന ജലം ശാഖാദ്യാസ്തൃപ്യന്തി, സ്കന്ധം ശാഖ ഇവയൊക്കെ തൃപ്തിപ്പെടുത്തുന്നത്. അതുപോലെ തഥാ അച്യുതേജ്യ, അതുപോലെ ആ അച്യുതനിൽ ആ യജ്ഞം ഭഗവാന്റെ ആരാധന ചെയ്താൽ സർവദേവതാനാമർച്ചനം, സർവദേവതകൾക്കുമുള്ള അർച്ചനം ആയിട്ട് തീരണു. ഭഗവാനിലുള്ള അർച്ചനം ഭവതി പ്രത്യേകം പറയുന്നു. യഥാ തരോർമൂല നിഷേചനേന സ്കന്ധ ശാഖാദ്യാസ്തൃപ്യന്തി, പ്രകാരമാണോ ആ ജലം മരത്തിൻ്റെ വേരുകളിൽ നനയ്ക്കുമ്പോൾ അത് സ്കന്ധങ്ങളിലും അതിൻ്റെ കൊമ്പുകളിലും ശാഖകളിലും ചില്ലകളിലും അതുപോലെ അതിൻ്റെ പർണങ്ങളിലും ഇലകളിലുമൊക്കെ എത്തിപ്പെട്ട് അവയ്ക്ക് തൃപ്തി വരുന്നത്. അതുപോലെ തഥാ അച്യുതേജ്യ, അച്യുതനിലുള്ള യജ്ഞങ്ങൾ സർവദേവതമാരുടെയും ആരാധനയായിട്ട് തീരണു എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ശ്ലോകം യഥൈവ സൂര്യാത് പ്രഭവന്തി വാരഃ പുനശ്ച തസ്മിൻ പ്രവിശന്തി കാലേ ഭൂതാനി ഭൂമൗ സ്ഥിരജംഗമാനി രഥാഹരാവേവ ഗുണപ്രവാഹഃ. യഥൈവ സൂര്യാത് പ്രഭവന്തി വാരഃ പുനശ്ച തസ്മിൻ പ്രവിശന്തി കാലേ ഭൂതാനി ഭൂമൗ സ്ഥിരജംഗമാനി തഥാഹരാവേവ ഗുണപ്രവാഹഃ. ആദിത്യനിൽ നിന്നും ആ ജലം പ്രവഹിക്കുന്നു. പിന്നെ ആ വേനൽക്കാലത്ത് അദ്ദേഹത്തിൽ തന്നെ അത് പ്രവേശിക്കുകയും ചെയ്യുന്നു. അത് എങ്ങനെയാണോ അതുപോലെ ആ ശ്രീഹരിയിൽ നിന്നും ആ ത്രിഗുണങ്ങളുടെ പ്രവാഹം ആ ഭൂമിയിലെ അസ്ഥാവര ജംഗമങ്ങളായിരിക്കുന്ന ആ ജീവജാലങ്ങളിൽ ഉദ്ഭവിക്കുകയും അതുപോലെ ആ ശ്രീഹരിയിൽ തന്നെ ലയിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് പറയുന്നത്. അതാണ് യഥൈവ സൂര്യാത് പ്രഭവന്തി വാരഃ പുനശ്ച തസ്മിൻ പ്രവിശന്തി കാലേ ഭൂതാനി ഭൂമൗ സ്ഥിരജംഗമാനി തഥാ ഹരാവേവ ഗുണപ്രവാഹഃ. സൂര്യാത് ആദിസൂര്യനിൽ നിന്ന് വാരഃ ജലം പ്രഭവന്തി പ്രവഹിക്കുന്നു. ആ സൂര്യനിൽ നിന്ന് ആദിത്യനിൽ നിന്ന് ആദിസൂര്യൻ എന്നല്ല ആദിത്യനിൽ നിന്ന് സൂര്യനിൽ നിന്നും ജലം വാരം ജലം പ്രഭവന്തി പ്രവഹിക്കുന്നു. പുനഃ പിന്നെ കാലേ ആ വേനൽക്കാലത്ത് തസ്മിന്നേവ അത് തന്നെ അദ്ദേഹത്തിൽ തന്നെ പ്രവിശന്തിച്ച അത് പ്രവേശിക്കുകയും ചെയ്യുന്നു. യഥാ എന്നത് എങ്ങനെയാണോ അതുപോലെ തഥാ പ്രകാരം ഹരൗ ഏവ ആ ശ്രീഹരിയിൽ നിന്നും തന്നെ ഗുണപ്രവാഹ ത്രിഗുണങ്ങളുടെ പ്രവാഹവും ഭൂമൗ ഭൂമിയിൽ സ്ഥിരജംഗമാനി സ്ഥാവരജംഗമങ്ങളായിരിക്കുന്ന ഭൂതാനി ആ ജീവജാലങ്ങൾ അങ്ങനെ ജംഗമാനികളായിരിക്കുന്ന ആ ഭൂതങ്ങളിൽ ജീവജാലങ്ങളായിട്ട് അത് ഉദ്ഭവിക്കുകയും അതുപോലെ ആ ശ്രീഹരിയിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. സൂര്യാത് ആദിത്യനിൽ നിന്ന് വാരഹ ജലം പ്രഭവന്തി പ്രവഹിക്കുന്നു. പുനഃ പിന്നെ കാലേ വേനൽക്കാലത്ത് തസ്മിൻ ഏവ അദ്ദേഹത്തിൽ തന്നെ പ്രവിശന്തിച്ച പ്രവേശിക്കുകയും ചെയ്യുന്നു. യഥാ
എന്നത് എങ്ങനെയോ തഥാ അപ്രകാരം ഹരൗ ഏവ ആ ശ്രീഹരിയിൽ നിന്ന് തന്നെ ഗുണപ്രവാഹ ത്രിഗുണങ്ങളുടെ പ്രവാഹവും ഭൂമൗ ഭൂമിയിൽ സ്ഥിരജംഗമാനി സ്ഥാവരജംഗമങ്ങളായിരിക്കുന്ന ഭൂതാനി ജീവജാലങ്ങൾ ഉത്ഭവിക്കുകയും ലയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സൂര്യാത് വാരഹ പ്രഭവന്തി പുനഃ കാലേ തസ്മിൻ ഏവ പ്രവിശന്തി ച യഥാ തഥാ ഹരൗ ഏവ ഗുണപ്രവാഹ ഭൂമൗ സ്ഥിരജംഗമാനി ഭൂതാനി. ഒന്നുകൂടി പറയാം. സൂര്യാത് വാരഹ പ്രഭവന്തി പുനഃ കാലേ തസ്മിൻ ഏവ പ്രവിശന്തി ച യഥാ തഥാ ഹരൗ ഏവ ഗുണപ്രവാഹ ഭൂമൗ സ്ഥിരജംഗമാനി ഭൂതാനി. അപ്പോൾ ആദിത്യനിൽ നിന്ന് ആ ജലം പ്രവഹിക്കുന്നു. പിന്നെ ആ വേനൽക്കാലത്ത് അദ്ദേഹത്തിൽ തന്നെ അത് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇത് എങ്ങനെയോ അപ്രകാരം തന്നെ ആ ശ്രീഹരിയിൽ നിന്നും ആ ത്രിഗുണങ്ങളുടെ പ്രവാഹവും ഭൂമിയിൽ സ്ഥാവരജംഗമങ്ങളായിരിക്കുന്ന ഭൂതങ്ങളിൽ ജീവജാലങ്ങളിൽ ഉത്ഭവിക്കുകയും ലയിക്കുകയും ചെയ്യുന്നു. ആദിത്യനിൽ നിന്നും വർഷമുണ്ടാകുന്നു. ആ ജലം ആദിത്യനിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. അപ്രകാരം ഭഗവാൻ ശ്രീഹരിയിൽ നിന്നും ഉണ്ടാകുന്ന ത്രിഗുണങ്ങളുടെ പ്രവാഹത്താൽ ഭൂമിയിലെ സ്ഥാവരജംഗമങ്ങളായിരിക്കുന്ന ജീവികൾ ഉണ്ടാകുന്നു. അവ ഭഗവാങ്കൽ തന്നെ വിലയം പ്രാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ സൂര്യനിൽ നിന്ന് മഴ വഴിക്ക് ജലമുണ്ടാകുന്നു. അങ്ങനെ വേനൽക്കാലത്ത് അവിടെ തന്നെ അത് ലയിക്കുകയും ചെയ്യുന്നു. അതുപോലെ സ്ഥാവരജംഗമ ശരീരങ്ങൾ മണ്ണിൽ നിന്നും ഉണ്ടായി മണ്ണിൽ ചേരുന്നതുപോലെ ചേതനാചേതന പ്രപഞ്ചം മുഴുവൻ ആ ഭഗവാനിൽ നിന്നുണ്ടാവുകയും അവിടേക്ക് തന്നെ ചെന്ന് ലയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വർഷകാലത്ത് സൂര്യനിൽ നിന്നും ജലം പുറപ്പെടുന്നു. ഗ്രീഷ്മകാലത്തിൽ ആ ജലം ആവിരൂപേണ സൂര്യനിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. സ്ഥിരങ്ങളും ചരങ്ങളും ആയിരിക്കുന്ന സർവ്വഭൂതങ്ങളും ഭൂമിയിൽ നിന്ന് ജനിക്കുന്നു, ഭൂമിയിൽ തന്നെ നിലനിൽക്കുന്നു. നാശകാലത്തിൽ ഭൂമിയിൽ ലയിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ സൃഷ്ടികാലത്തിൽ ശ്രീഹരിയിൽ നിന്ന് സർവവും ഉണ്ടാകുന്നു. സ്ഥിതികാലത്തിൽ സർവാധാരഭൂതമായിരിക്കുന്ന ശ്രീഹരിയെ ആശ്രയിച്ച് നിലനിൽക്കുന്നു. സംഹാരകാലത്തിൽ സർവാധിഷ്ഠാനം ആയിരിക്കുന്ന ആ ശ്രീഹരിയിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനത്തിൽ യഥാ ജലാനി സൂര്യാൽ എപ്രകാരമാണോ സൂര്യനിൽ നിന്നും ജലം ഉണ്ടായി വർഷാകാലേ ഉത്ഭവിക്കുന്നത് ഗ്രീഷ്മേ ആ ഗ്രീഷ്മകാലത്തിൽ തസ്മിന്നേവ അത് തന്നെ പ്രവിശന്തി അതിലേക്ക് തന്നെ അത് പ്രവേശിക്കുന്നത്. തഥാ അതുപോലെ ഹരിയിൽ നിന്നും ചേതനാത്മകമായിരിക്കുന്ന പ്രപഞ്ചം ഉണ്ടായിട്ട് ഹരിയിൽ തന്നെ അത് ലയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒന്നുകൂടി പറയാം. യഥാ ജലാനി സൂര്യാൻ എപ്രകാരമാണോ സൂര്യനിൽ നിന്നും ജലം വർഷകാലത്തിൽ വർഷകാലത്തിൽ ഉത്ഭവിച്ച ഗ്രീഷ്മേ ആ വേനൽക്കാലത്ത് തസ്മിന്നേവ അതിൽ തന്നെ ചെന്ന പ്രവിശന്തി ലയിക്കുന്നു, ഇല്ലാതാവുന്നു. അതുപോലെ തഥാ ഹരിയിൽ നിന്നും ചേതനാത്മകമായിരിക്കുന്ന പ്രപഞ്ചം ഉത്ഭവിച്ച് ആ ഹരിയിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം യഥാജലാനി സൂര്യാത് വർഷകാലേ ഉദ്ഭവന്തി ഗ്രീഷ്മേ തസ്മിന്നേവ പ്രവിശന്തി തഥാ ഹരൗ ചേതനാത്മക പ്രപഞ്ച. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓർക്കുക. അടുത്ത ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.